വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ്, ദോഹ, ഖത്തർ. അധ്യായം 414. സ്വയം പരിമിതികളെ വെല്ലുവിളിക്കുന്നതിലൂടെ വിജയ കവാടങ്ങൾ തുറക്കാം. ജീവിതത്തിലെ പല സന്ദർഭങ്ങളും പല പരിമിതികളും നമ്മെ പിറകോട്ടടിക്കാം. കൂടെയുള്ളവർ തന്നെ നിരുത്സാഹപ്പെടുത്താം. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള തൻ്റെ ഇടം നമ്മുടെ വിജയപാതയൊരുക്കും. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഭാവി പരിപാടികളുമൊക്കെ എല്ലാവരെയും അറിയിക്കണമെന്നില്ല. തങ്ങളെ ഉൾക്കൊള്ളാനും പിന്തുണയ്ക്കാനും തയ്യാറുള്ളവരുമായി മാത്രമാണ് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കേണ്ടത്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അടിസ്ഥാനപരമായ ഒരു പിടി പ്രകൃതി നിയമങ്ങളാണ്. അതിൽ പലപ്പോഴും നമുക്ക് വലിയ റോളൊന്നും ഉണ്ടായെന്ന് വരില്ല. എങ്കിലും അവയൊക്കെ നമ്മുടെ ഗുണത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാകും. അതിനാൽ പ്രകൃതി ഉദാരമായി നൽകിയ വരദാനങ്ങളെ വിവേകപൂർവം പ്രയോജനപ്പെടുത്താം. എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ച കണ്ടാൽ സ്വയം മാറാനും തിരുത്താനും തയ്യാറാവുക. അനന്തമായ സാധ്യതകളാണ് ഓരോരുത്തർക്കും പ്രകൃതി സമ്മാനിക്കുക. ആ സാധ്യതകൾ തിരിച്ചറിയുകയും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വിസ്മയങ്ങൾ സംഭവിക്കും. ജീവിതം സമ്മാനിക്കുന്ന നിയോഗങ്ങളെ ക്രിയാത്മകമായി വിനിയോഗിക്കുവാൻ പ്രായമോ സമയമോ ഒന്നും തടസ്സമാകേണ്ടതില്ല. കഴിഞ്ഞ വർഷം പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന പുസ്തകോത്സവത്തിൽ വെച്ചാണ് ജീവിച്ചിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന നോവലിന്റെ മലയാള വിവർത്തക രമാ മേനോനെ പരിചയപ്പെട്ടത്. എത്ര മനോഹരമായാണ് തന്റെ സർഗസഞ്ചാരത്തിന്റെ നാൾവഴികളെ അവർ സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ചത്. പ്രായത്തെ വെല്ലുന്ന അവതരണ ചാരുതയോടെ തന്റെ ജീവിതയാത്രയെ അവർ വിശദീകരിച്ചപ്പോൾ ഒരു സിനിമ കാണുന്ന കൗതുകത്തോടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അതിഥികളുമൊക്കെ അവരെ കേട്ടത്. ദി ഓൾഡ് വുമൻ ട്രാൻസ്ലേറ്റർ ഓഫ് മലയാളം എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ വിവർത്തക മുത്തശ്ശിയായ രമാ മേനോൻ 60-ലേറെ പുസ്തകങ്ങളാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. 1997 മകൻ മധുവും ഭാര്യ സബീനും സ്പെയിനിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് അവർ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിന്റെ സ്പാനിഷ് പരിഭാഷ വായിച്ചത്. ഇടയബാലനായ സാന്റിയാഗോ തന്റെ സ്വപ്നത്തിൽ ദർശിച്ച നിധി തേടി സ്പെയിനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന യാത്രയും ആ യാത്രയ്ക്കിടെ അയാൾക്കുണ്ടാകുന്ന ജീവിത വീക്ഷണങ്ങളും മാനസിക പരിവർത്തനങ്ങളുമൊക്കെ വളരെ രസകരമായി എഴുതിയിരിക്കുന്ന ആ നോവലിനെക്കുറിച്ച് മകൻ ഫോണിൽ വിളിച്ചു പറഞ്ഞത് കേട്ട രമാ മേനോൻ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഒരെണ്ണം കിട്ടിയാൽ അയച്ചു തരണമെന്ന് മകനോട് പറഞ്ഞു വെച്ചു. അപ്രകാരം കിട്ടിയ ആൽക്കമിസ്റ്റ് വായിച്ചു തീർത്തപ്പോൾ ഇത് ഏത് വായനക്കാർക്കും പ്രചോദനാത്മകമാവുന്ന ഗ്രന്ഥമാണല്ലോ എന്ന് തോന്നിയ രമാ മേനോൻ ഒരു നേരം പോക്കെന്ന മട്ടിലാണ് അതിലെ ഓരോ വരിയും എടുത്ത് മലയാളത്തിലാക്കിയത്. മരുമകൾ സെബീൻ അതേക്കുറിച്ച് പറഞ്ഞ് പൗലോ കൊയ്ലോയ്ക്ക് ഒരു ഇമെയിൽ സന്ദേശം അയച്ചതും തുടർന്ന് പൗലോ കൊയ്ലോ അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതുമൊക്കെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളായിരുന്നു. ഇന്ന് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുകയും വിശകലന വിധേയമാവുകയും ചെയ്യുന്ന കൃതികളിൽ ഏറ്റവും മുന്നിലുള്ള ഒന്നായി ആൽക്കമിസ്റ്റ് മാറിയെന്നത് ചരിത്രം. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് കൂടാതെ ബ്രിഡ, സഹീർ, വെറോനിക്ക മരിക്കാൻ തീരുമാനിക്കുന്നു, പീദ്ര നദിയോരത്ത് നിന്ന് ഞാൻ തേങ്ങി, ചാരസുന്ദരി തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളെല്ലാം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്തു കൂട്ടുന്ന ക്രൂരതകളെക്കുറിച്ചും അമേരിക്കയുടെ പിൻവാങ്ങൽ വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനയുടെ കൈറ്റ് റണ്ണേഴ്സും, പട്ടം പറത്തുന്നവർ, എ തൗസൻഡ് സ്പ്ലെൻഡിംഗ് സൺസ്, തിളക്കമാർന്ന 1000 സൂര്യന്മാർ എന്നീ കൃതികളും ചൈനീസ് എഴുത്തുകാരനായ ലീച്ചിൻ ഷിന്നിന്റെ മാവോയുടെ അവസാനത്തെ നർത്തകൻ, ടിബറ്റൻ കൃതിയായ പോളോ മൗണ്ടൻ, അലൈ തുടങ്ങിയവയും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് രമാ മേനോനാണ്. 2018 നൊബേൽ പുരസ്കാരം നേടിയ പോളിഷ് എഴുത്തുകാരി ഓൾഗ ടോക്കർചുക്കിന്റെ ഫ്ലൈറ്റ്, റണ്ണേഴ്സ് തുടങ്ങിയ കൃതികൾ വിവർത്തനം ചെയ്തതും രമാ മേനോനാണ്. ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ദലൈലാമ, സ്വാമിരാമ, ജഗ്ഗി വാസുദേവ് തുടങ്ങി നിരവധി പേരുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, റഷ്യൻ നാടോടിക്കഥകൾ തുടങ്ങി 20 വർഷം കൊണ്ട് ചെയ്തു തീർത്ത വിവർത്തന രചനകൾ നിരവധിയാണ്. റഷ്യൻ, ടിബറ്റൻ, കൊറിയൻ, ഫ്രഞ്ച്, ബ്രിട്ടീഷ് കൃതികളടക്കം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത രമാ മേനോന് 2017 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച വിവർത്തനത്തിനുള്ള അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഖാലിദ് ഹുസൈനയുടെ പർവ്വതങ്ങളും മാറ്റലിക്കൊള്ളുന്നു ആൻഡ് ദി മൗണ്ടൻസ് എക്കോഡ് എന്നത്. രമാ മേനോൻ തന്റെ റിട്ടയർമെന്റ് കാലമാണ് ഇത്രയും മികച്ച സർഗപ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയത്. എഴുത്തും വായനയും ചിന്തയും ഭാവനയുമൊക്കെ ജീവിതം കൂടുതൽ സാർത്ഥകവും മനോഹരവുമാക്കുവാൻ സഹായിക്കുമെന്നാണ് അവരുടെ ജീവിതം നൽകുന്ന സന്ദേശം. സ്വയം പരിമിതികളെ വെല്ലുവിളിക്കാൻ തന്റെ ഇടം കാണിക്കുമ്പോൾ വളർച്ചയുടെയും ജീവിത വിജയത്തിന്റെയും പുതിയ കവാടങ്ങളാണ് തുറക്കാനാവുക. വിജയമന്ത്രങ്ങൾ.
വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.